ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ് ആണ് പറയാൻ പോകുന്നത്. നേരത്തെ നമ്മൾ സ്കെയിലിംഗ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസും അതുപോലെ തന്നെ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴുള്ള അപ്രോച്ചസ് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് റിസർച്ചുകളിലും സ്റ്റഡീസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്കെയിലിംഗ് ടെക്നിക്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി ചെക്ക് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്കെയിലിൻ്റെ ടൈപ്സൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള സ്കെയിലിംഗ് ടെക്നിക്കുകളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ തന്നെ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ റേറ്റിംഗ് സ്കെയിൽസ് ആണ്. രണ്ട് രീതിയിലുള്ള സ്കെയിലിംഗ് ടെക്നിക്സ് ആണുള്ളത്. ഒന്ന് റേറ്റിങ്ങും മറ്റൊന്ന് റാങ്കിങ്ങും. ആദ്യം നമുക്ക് റേറ്റിംഗ് സ്കെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റേറ്റിംഗ് മീൻസ് മെഷറിംഗ് ആൻ ആട്രിബ്യൂട്ട് ബൈ ജഡ്ജ്മെൻറ്റ് ഇൻ റേഞ്ച്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ക്വാളിറ്റീസോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യാണ് നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിൽ. അതായത് ഇപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട് ആണെങ്കിൽ, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യാണ്, നമ്മളത് പ്രൊഡക്റ്റ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ട് നമ്മൾ അതിനുള്ള റേഞ്ചസ് പ്രൊവൈഡ് ചെയ്യാണ്. അതായത് ആ ഒരു ക്വാളിറ്റിയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, ഹൈലി സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ വർക്കിംഗ് ആയിട്ട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ, സ്ട്രോങ്ലി അഗ്രി ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിൽ നമ്മൾ ആ ആട്രിബ്യൂട്ടിനെ ജഡ്ജ് ചെയ്തിട്ട് അതിൻ്റെ റേഞ്ച് ഫിക്സ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, റേറ്റിംഗ് എന്ന് പറയുന്നത്. റേറ്റിംഗ് സ്കെയിൽസ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. ഇവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ആ ഒരു ടോപ്പിക്കായിട്ടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അതുപോലെ തന്നെ എത്രത്തോളം ഇൻറ്റൻസീവാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമല്ല, പകരം അതെത്ര ഇൻറ്റൻസ് ആയിട്ട് സ്ട്രോങ്ലി അഗ്രി ചെയ്യുന്നുണ്ടോ, അതല്ല സ്ട്രോങ്ലി ഡിസഗ്രി ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ ജസ്റ്റ് അഗ്രിമെൻറ്റ് മാത്രമാണോ ഉള്ളത്, അതുപോലെ തന്നെ ന്യൂട്രൽ ആണോ, ഇങ്ങനെ ഓരോ റേഞ്ചസും അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റേറ്റിംഗ് സ്കെയിലിൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഡൈക്കോട്ടമസ് സ്കെയിലാണ്. ഇത് പ്രകാരം ഇറ്റ് ഈസ് യൂസ് ടു ഡ്രോ ഔട്ട് യെസ് ഓർ നോ ആൻസർ. അപ്പോൾ യെസ് ഓർ നോ ആൻസറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് എന്തെന്ന് പറയാം, ഈ ഒരു ഡൈക്കോട്ടമസ് സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് അതിൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കുക യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കും. എ നോമിനൽ സ്കെയിൽ ഈസ് യൂസ് ടു എലിസിറ്റ് ദ റെസ്പോൺസസ്. നോമിനൽ സ്കെയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ജസ്റ്റ് ടു ഐഡൻറ്റിഫൈ ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്കെയിൽസ് ആണ്. അപ്പോൾ അതാണ് ഈ ഒരു ഡൈക്കോട്ടമസ് സ്കെയിലിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, യു ഹാവ് കാർ എന്നാണ്. നിങ്ങൾക്ക് കാർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മളവിടെ ഓപ്ഷൻസ് ഉള്ളത് യെസ് അല്ലെങ്കിൽ നോ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി ഡൈക്കോട്ടമസ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷനാണ് ഉണ്ടായിരിക്കുക, യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ. ഇനി നെക്സ്റ്റ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കാറ്റഗറി സ്കെയിലാണ്. കാറ്റഗറി സ്കെയിൽ പ്രകാരം ദിസ് സ്കെയിൽ യൂസസ് മൾട്ടിപ്പിൾ ഐറ്റംസ് ടു ഡ്രോ ഔട്ട് എ സിംഗിൾ റെസ്പോൺസ്. ഇവിടെ എന്താണ്, മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. നമുക്കൊരു റെസ്പോൺസ് ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഇൻ ദിസ് കേസ് ഓൾസോ നോമിനൽ സ്കെയിൽ ഈസ് യൂസ് ടു എലിസിറ്റ് ദി റെസ്പോൺസ് എന്നുള്ളതാണ്. ഇവിടെയും നോമിനൽ സ്കെയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ക്വസ്റ്റ്യനാണ്, വേർ ഡു യു ലിവ് ഇൻ, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, പാലക്കാടാണോ, മലപ്പുറം, അതല്ല കോഴിക്കോട്, തൃശ്ശൂർ, ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അവിടെ എന്താണ്, ആ ഒരു സാമ്പിൾസിനെ അല്ലെങ്കിൽ നമ്മുടെ റെസ്പോണ്ടൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാണ് അല്ലേ. പാലക്കാട്ടുകാർ, കോഴിക്കോടുകാർ, തൃശ്ശൂർകാർ, മലപ്പുറംകാർ, അങ്ങനെ നമുക്ക് ടോട്ടൽ 50 ആളുകളിൽ 20 ആൾ പാലക്കാട്ടാണ്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അതൊരു നോമിനൽ സ്കെയിലായിട്ട് മാറുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ലിക്കേർഡ് സ്കെയിലാണ്. ലിക്കേർഡ് സ്കെയിൽ ഓക്കെ. അപ്പോൾ റേറ്റിംഗ് സ്കെയിൽ വരുന്ന നെക്സ്റ്റ് ആണ് ലിക്കേർഡ് സ്കെയിൽ. ഇതൊരു വളരെ പോപ്പുലറായിട്ട് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്കെയിലാണ് കേട്ടോ. Rensis Likert developed summated rating scale based on the item analysis. സോ ഈ ഒരു ലിക്കേർഡ് സ്കെയിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് റെൻസിസ് ലിക്കേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ആളാണ്. അയാളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്.
ഐറ്റം അനാലിസിസിൻ്റെ ബേസിൽ നമ്മൾ നേരത്തെ അപ്രോച്ച് പറഞ്ഞ സമയത്ത് ഈ ഒരു ഐറ്റം അനാലിസിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനാലിസിസിൻ്റെ ബേസിലാണ് ഡ്രൻസിസ് ലിക്കേർട്ട് ഈ ഒരു സ്കെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എക്സ്ട്രീംലി പോപ്പുലർ ഫോർ മെഷറിങ് ആറ്റിറ്റ്യൂഡ്സ് ബിക്കോസ് ദിസ് മെത്തേഡ് ഈസ് സിമ്പിൾ ടു അഡ്മിനിസ്റ്റർ. ഞാൻ പറഞ്ഞ പോലെ ഇത് കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്കെയിലിംഗ് ടെക്നിക്കാണ് ഈ ഒരു ലിക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺസ്യൂമറുടെ പ്രൊഡക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എംപ്ലോയീൻ്റെ വർക്കിനോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും കോമൺ ആയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇനി അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് സ്ട്രോങ്ലി അഗ്രി. ഇതിന് മെയിനായിട്ട് 5 degrees ആണ് ഉണ്ടായിരിക്കുക. അപ്പം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് ക്ലിയർ ആക്കി പറയാം കേട്ടോ. അപ്പോൾ 5 degree എന്ന് പറയുന്നത് ഇതുപോലെ സ്ട്രോങ്ലി അഗ്രി, എഗ്രി, ഇൻഡിഫറൻറ്റ്, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. അപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് റെസ്പോണ്ടൻസിന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്നും ഓരോ സ്റ്റേറ്റ്മെൻറ്റും അയാൾ എത്രത്തോളം അഗ്രി ചെയ്യുന്നുണ്ട്, ഈ ഓപ്ഷൻസിൽ 5 ഓപ്ഷനിൽ അയാൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്, അയാൾ ഡിസഗ്രി ചെയ്യുകയാണോ, ഇങ്ങനെ അയാൾ എന്ത് ചെയ്യും, അത് അയാളുടെ പ്രിഫറൻസിനനുസരിച്ച് അല്ലെങ്കിൽ അയാളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച് അത് സെലക്ട് ചെയ്യുന്നുണ്ടാവും. ഇനി അതെങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആദ്യം തന്നെ നമ്മുടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കളക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജെൻഡർ ഈക്വാലിറ്റിയാണ് സ്റ്റഡി ചെയ്യുന്നത്, വിമണും മെന്നും ഒരേപോലെയാണോ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. വിമണും മെന്നും തമ്മിൽ എന്തെങ്കിലും ഇനീക്വാലിറ്റി കാണുന്നുണ്ടോ, വർക്ക് പ്ലേസസിൽ അവർ ഈക്വൽ ആണോ, ഫാമിലീസിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ അൺഈക്വലായിട്ടാണോ, അതുപോലെ തന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സാലറീസൊക്കെ പേയ്മെൻറ്റിലാണോ വ്യത്യാസം വരുന്നത്, സ്ത്രീകൾക്ക് കൂടുതൽ കെയർ കിട്ടുന്നുണ്ടോ, മെന്നാണോ ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്, ഇത്തരത്തിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ടാവും സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ആദ്യം കളക്ട് ചെയ്യണം. എന്നിട്ട് ശേഷം ചെയ്യുന്നത് വേർഡിംഗ് ആണ്. വേർഡിംഗ് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മളൊരു ക്ലിയർ ആയിട്ടുള്ള സെൻറ്റൻസിലേക്ക്, അതായത് അതിലിങ്ങനെ ക്ലിയർ അല്ലാത്ത വേർഡ്സും അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള വേർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സെൻറ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് വേർഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം പൈലറ്റ് സ്റ്റഡി എന്നുള്ളതാണ്. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ചെറിയ രീതിയിലൊരു വലിയ സ്റ്റഡിയുടെ മുന്നോടിയായിട്ട് ചെറിയ രീതിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്കെയിലിംഗ് ടെക്നിക്ക് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും കുറച്ച് ആളുകളിൽ. ശേഷം സ്ക്രൂട്ടിനി ആൻഡ് എഡിറ്റിംഗ്. അങ്ങനെ നമ്മൾ ഒരു ചെറിയ സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മളൊന്ന് പരിശോധിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ആപ്റ്റാണോ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് വിചാരിച്ച റെസ്പോണ്ടൻസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. അതിന് ശേഷമാണ് നമ്മുടെ ഫൈനൽ സെലക്ഷന്. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇനി എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഒഴിവാക്കി പുതിയത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ സെലക്ഷൻ ചെയ്യുക. അങ്ങനെ ഫൈനലി നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യും. ഇത്രയാണ് അതിൻ്റെ കൺസ്ട്രക്ഷനിൽ വരുന്നത്. ഇങ്ങനെ ഇപ്പോൾ വിമൻ്റെ ഇനീക്വാളിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഇനീക്വാളിറ്റി വെച്ചിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടി. നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർക്ക് പ്രൊവൈഡ് ചെയ്യും, റെസ്പോണ്ടൻസിന് പ്രൊവൈഡ് ചെയ്യും. ക്വസ്റ്റ്യനെയർ ത്രൂ ഒക്കെ നമ്മളിത് കൊടുക്കും. അതിൽ നിന്ന് ഇവർ എത്രത്തോളം അഗ്രി ചെയ്യുന്നുണ്ട്, ഡിസഗ്രി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർ അതിൽ മാർക്ക് ചെയ്യുന്നുണ്ടാവും. അവസാനം നമുക്ക് എന്താണ് അവരുടെ റെസ്പോൺസിൻ്റെ ഒരു സം പോലെ ഇയാൾ അതിനെക്കുറിച്ച് അഗ്രി ചെയ്യുകയാണോ, ഇനീക്വാളിറ്റി ഉണ്ട് എന്നാണോ പറയുന്നത്, ഇനീക്വാളിറ്റി ഇല്ല എന്നാണോ പറയുന്നത്, ഇങ്ങനെ ഒരു സം ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവും. അതാണ് ലിക്കേർട്ട് സ്കെയിൽ കൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇതിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സെമാൻറ്റിക് സ്കെയിലാണ്. സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറയുമ്പോൾ വേർഡിൽ തന്നെയുണ്ട്, ആ ഒരു മീനിങ്ങിൽ തന്നെയുണ്ട്. സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ ഫുള്ളി വേർഡ് റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാക്കിൻ്റെ മീനിങ് വെച്ചിട്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ദിസ് ടൈപ്പ് ഓഫ് സ്കെയിൽ മേക്സ് എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് വേർഡ്സ് റാദർ ദാൻ നമ്പേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ ഫുള്ളി വേർഡ്സ് ആണ്. വേർഡ്സ് യൂസ് ചെയ്തിട്ട് ഒരാൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അയാളുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് സെമാൻറ്റിക് സ്കെയിൽസ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ആറ്റിറ്റ്യൂഡിനൽ സ്കെയിൽസ്. ഇതിൽ മെയിനായിട്ടും ആറ്റിറ്റ്യൂഡിനൽ സ്കെയിൽസ് ആണ് ഉണ്ടായിരിക്കുക ഈ സെമാൻറ്റിക് സ്കെയിൽ. റെസ്പോണ്ടൻസ് ഡിസ്ക്രൈബ് ദെയർ ഫീലിംഗ് അബൌട്ട് ദി പ്രൊഡക്ട്സ് ഓർ ബ്രാൻഡ്സ് ഓൺ സ്കെയിൽ വിത്ത് സെമാൻറ്റിക് ലേബിൾസ്. അപ്പോൾ ഇതിൽ ഒരു കൺസ്യൂമർ അയാൾക്ക് അയാളുടെ ഒരു പ്രൊഡക്റ്റിനോടുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡും
അല്ലെങ്കിൽ അതിൻ്റെ അയാളുടെ ഫീലിങ്സൊക്കെ അയാൾ എന്താ ചെയ്യുക, ഇത്തരത്തിലുള്ള സെമാൻറ്റിക് വേർഡ്സ് വരുന്ന വേർഡ്സായിട്ട് കൊടുത്തിട്ടുള്ള സ്കെയിലിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുക. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്കെയിലാണ് ഇപ്പോൾ പ്രൊഡക്റ്റ് നല്ലതാണോ എന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിന് കൊടുത്ത സ്കെയിൽ എക്സ്ട്രീംലി ഗുഡ്, ക്വൈറ്റ്, സ്ലൈറ്റ്ലി ബാഡ്, ക്വൈറ്റ് എക്സ്ട്രീംലി ബാഡ്. ഇങ്ങനെ ഇത്രയും വേർഡ്സ് കൊടുത്തിട്ടാണ്, ഇങ്ങനെ വാക്കുകൾ. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, അയാൾക്ക് എവിടെയാണോ തോന്നുന്നത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആണോ, അപ്പം അവിടെ ഇങ്ങനെ സ്കെയിൽ കൊടുക്കുകയാണ്. വെരി യൂസ്ഫുൾ, യൂസ്ഫുൾ, ലിറ്റിൽ യൂസ്ഫുൾ, റെയർലി യൂസ്ഫുൾ, നോ യൂസ്ഫുൾ, നോ യൂസ്നെസ്, അങ്ങനെ ആ ഒരു വേർഡ്സ് യൂസ് ചെയ്തിട്ട് അയാളുടെ ഫീലിങ്സൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് സെമാൻറ്റിക് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 6th വൺ ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിലാണ്. ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുമ്പം the respondents are provided with a scale having numbers and or brief descriptions associated with each category. ഇപ്പോൾ ഇവിടെ ഒരു 2-3 കാറ്റഗറീസ് ഉണ്ടായിരിക്കും. ഈ കാറ്റഗറീസിൻ്റെ അണ്ടറിലൊക്കെ ഓരോ സ്കെയിൽ വരുന്നുണ്ടാവും. ആ സ്കെയിൽ ചിലപ്പോൾ നമ്പേഴ്സ് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ നമ്പറും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനും കൂടെ വെച്ചിട്ടാവാം. ഇങ്ങനെ കാറ്റഗറീസും അതിൻ്റെ സ്കെയിലും കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ദെൻ ദ റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു സെലക്ട് വൺ ഓഫ് ദി ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കാറ്റഗറീസ്. ഈ കാറ്റഗറീസിന് ഒരു കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് അതിന്ന് ആ ഒരു കാറ്റഗറിയിൽ വരുമ്പോൾ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറി ഉണ്ട്. അതിൽ ഓരോ കാറ്റഗറിയിലും അവൾക്ക് സ്കെയിൽ കൊടുത്തിട്ടുണ്ടാവും, നമ്പർ വെച്ചിട്ട് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള സ്കെയിലുകൾ. അപ്പോൾ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുക, ടൈപ്പ് ബി സെലക്ട് ചെയ്തു. അതിന്ന് പിന്നെ ഈ 1 to 8 വരെയുള്ള റേഞ്ചസിൽ അയാൾ എവിടെയാണ് ഓപ്റ്റ് ചെയ്യുന്നത്, 5th റേഞ്ച് ആണോ, അങ്ങനെ ചൂസ് ചെയ്യുന്നതിനാണ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 3 പ്രൊഡക്റ്റ് ഉണ്ട്, അതാണ് 3 കാറ്റഗറി എ ബി സി. അതിൽ നിന്ന് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ബി സെലക്ട് ചെയ്തു. ഇനി ബി എത്രത്തോളം അയാൾ ആ ബിക്ക് പ്രിഫർ ചെയ്യുന്നുണ്ട്, അത് 1 to 10 വരെ എന്നുള്ള നമ്പറിൽ നിന്ന് ഒരു 8 മാർക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അത് സെലക്ട് ചെയ്യുക. അങ്ങനെ നമ്പേഴ്സും ഡിസ്ക്രിപ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള അയാളുടെ പ്രിഫറൻസിനെയൊക്കെയാണ് നമ്മൾ ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ കൊണ്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കാറ്റഗറീസിലൊന്ന് സെലക്ട് ചെയ്യും. ഓർഡേർഡ് ഇൻ ടേംസ് ഓഫ് സ്കെയിൽ പൊസിഷൻ. ഈ കാറ്റഗറീസ് ഓർഡർലി അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ പ്രൊഡക്റ്റ്, ബ്രാൻഡ്, പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട് ബീങ് സ്റ്റഡീഡ്. അപ്പം മെയിനായിട്ടും മാർക്കറ്റിംഗ് റിസർച്ചിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ ബ്രാൻഡ്, അതിൻ്റെ ആട്രിബ്യൂട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഇനി 7th വൺ ന്യൂമറിക്കൽ സ്കെയിലാണ്. ഇറ്റ് ഈസ് സിമിലർ ടു സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ. The difference is that numbers on 5 points or 7 point scales are provided. അപ്പം സെമാൻറ്റിക്കിൽ നമ്മൾ പറയുന്നത് ഫുള്ളി വേർഡ്സ് ആണെന്നുള്ള രീതിയിൽ അല്ലേ. എന്നാൽ ന്യൂമറിക്കൽ സ്കെയിൽ എന്ന് പറയുമ്പം സെമാൻറ്റിക് സ്കെയിൽ പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഫുള്ളി നമ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് അതിൽ വരുന്ന വ്യത്യാസം. 5 പോയിൻറ്റ്സോ അല്ലെങ്കിൽ 1 to 5 ഉള്ള കാറ്റഗറിയോ അതിനൊന്ന് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ 1 to 7 വരെയുള്ള ഇതിൽ നിന്നൊന്ന് ചൂസ് ചെയ്യുക. അങ്ങനെ നമ്പേഴ്സ് ആയിരിക്കും ഇവിടെ മെയിനായിട്ടുള്ളത്. ഇനി 8th വൺ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലാണ്. ഇറ്റ് ഹെൽപ്സ് ദ റെസ്പോണ്ടൻസ് ടു മാർക്ക് ഓൺ ദി സ്കെയിൽ their answers to a particular question by placing a mark on the appropriate point on line. ഇവിടെ ഒരു ഗ്രാഫ് പോലെ ആ ഒരു റെസ്പോണ്ടൻസിന് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അതായത് ഗ്രാഫ് ഉണ്ടാവും, അതിൽ ലൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൻ്റെ ആൻസേഴ്സായിട്ട് ആൻസർ പോലെ ലൈനോ ഗ്രാഫിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏത് ഏരിയയിലാണ് ഈ ഒരു റെസ്പോണ്ടൻറ്റ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പോൾ ഒരു ലൈന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഈ ലൈനിൽ എവിടെയാണ് നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ലൈനിൻ്റെ തുടക്കത്തിലാണെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ ആയിരിക്കും. അതിനുശേഷം ഇങ്ങനെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഓരോ ആ ഒരു ഇൻ്റർവെല്ലാണ് വരുന്നതെന്ന് വെക്കുക. അപ്പോൾ അതിൽ എത്രാമത്തെ പൊസിഷനിലാണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റെസ്പോണ്ടൻറ്റിന് ഒരു മാർക്ക് പെൻസിൽ വെച്ചിട്ടോ പെന്ന് വെച്ചിട്ടൊക്കെ ഒരു മാർക്ക് ചെയ്യുക. അങ്ങനെ ഗ്രാഫിൽ അയാളുടെ പ്രിഫറൻസ് മാർക്ക് ചെയ്യുന്നതിനാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. 9th വൺ ഫിക്സ്ഡ് ഓർ കോൺസ്റ്റൻറ്റ് സ്കെയിലാണ്. ഹിയർ ദ റെസ്പോണ്ടൻസ് ആസ്ക്ഡ് ടു ഡിസ്ട്രിബ്യൂട്ട് എ ഗിവൺ നമ്പർ ഓഫ് പോയിൻറ്റ്സ് അക്രോസ് വേരിയസ് ഐറ്റംസ്.
ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം 4-5 പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ കുറച്ച് മാർക്കും കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ 100, 200 അല്ലെങ്കിൽ 100%, 50% അങ്ങനെ എന്തെങ്കിലും നമ്പേഴ്സ്. എന്നിട്ട് ഇവരോട് എന്ത് ചെയ്യാൻ പറയാം, ഈ ഒരു 4 പ്രൊഡക്റ്റിൽ നിന്ന് അവരുടെ പ്രിഫറൻസിനനുസരിച്ച് ഈ നമ്പർ അസൈൻ ചെയ്യാൻ പറയാം. അപ്പോൾ 100 കിട്ടുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും ദ ബെസ്റ്റ്. പിന്നീട് ഒരു 90 ഒക്കെ കിട്ടുന്ന ആൾ അതിൻ്റെ ശേഷം വരുന്നത്. ഇപ്പോൾ 80 ആണെന്നുണ്ടെങ്കിൽ തേർഡ് പ്രിഫറൻസ്. അങ്ങനെ കുറച്ച് കാറ്റഗറി ഐറ്റംസ് ഉണ്ടാവും, അതിന് വേരിയസ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും. അതിൽ റെസ്പോണ്ടൻസിന് ഇഷ്ടമുള്ളത് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റേറ്റിംഗ് സ്കെയിലിൽ വരുന്നത്. നെക്സ്റ്റ് വൺ റാങ്കിങ് സ്കെയിൽസ് ആണ്. റാങ്കിങ് നമുക്കറിയാം അല്ലേ, എന്താണ് 1 തൊട്ടുള്ള റാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് റാങ്കിങ് സ്കെയിലുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് ബ്രാൻഡിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് റാങ്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അയാൾ ഏതാണോ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് അതിന് ഫസ്റ്റ് റാങ്ക് ഉണ്ടാവും, ലാസ്റ്റ് പ്രിഫർ ചെയ്യുന്നതിന് ലാസ്റ്റ് റാങ്ക് ആയിരിക്കും. ഇപ്പോൾ 10 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ 10ാമത്തെ റാങ്കിലായിരിക്കും അത് വരുന്നത്, ലാസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് പ്രിഫർ ചെയ്യുന്ന ആ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇനി റാങ്കിങ് സ്കെയിലും 3 രീതിയിൽ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ പെയർഡ് കമ്പാരിസൺ ആണ്. അണ്ടർ ദിസ് മെത്തേഡ് ദ റെസ്പോണ്ടൻസ് ക്യാൻ എക്സ്പ്രസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ബൈ മേക്കിംഗ് എ ചോയ്സ് ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ്. സോ ഇവിടെ ഒരു പെയറാണ് അല്ലേ, 2 ഒബ്ജക്റ്റ് ഉണ്ട്, അവ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു റെസ്പോണ്ടൻറ്റിന് അയാൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അയാളുടെ ചോയ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അങ്ങനെ 2 പ്രൊഡക്റ്റ് ഉണ്ടാവും, 2 ഒബ്ജക്റ്റ് ഉണ്ടാവും, അതിനെയാണ് പെയർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് അയാളുടെ ചോയ്സ് എന്താണെന്നുള്ളത്, അയാൾക്ക് അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇറ്റ് ഗിവ്സ് ഓർഡിനൽ ഡാറ്റ. ഓർഡിനൽ സ്കെയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, റാങ്കിങ് കൊടുക്കുന്ന സ്കെയിലിനെയാണ് നമ്മൾ ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എ റെസ്പോണ്ടൻ്റ് ഈസ് ആസ്ക്ഡ് ടു കമ്പയർ 2 ഒബ്ജക്റ്റീവ്സ് അറ്റ് എ ടൈം അക്കോർഡിംഗ് ടു സം ക്രൈറ്റീരിയ. അപ്പോൾ പ്രൈസിനനുസരിച്ച് നിങ്ങൾ ഈ 2 പ്രൊഡക്റ്റിൽ നിന്ന് ഏതാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സാംസങ് മൊബൈലുണ്ട്, ഐഫോൺ മൊബൈലുണ്ട്. എന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏതാണ് കമ്പാരിറ്റീവ്ലി കോസ്റ്റ് എഫക്റ്റീവായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരാൾക്ക് തോന്നുന്നത് ഏതാണെന്ന് വെച്ചാൽ ആ 2 വെച്ചിട്ട് അയാൾക്ക് സെലക്ട് ചെയ്യാം. അതല്ല ക്വാളിറ്റി വൈസ് ഏതാണ് ബെറ്ററായി തോന്നുന്നത്, അപ്പോൾ അതിൻ്റെ ബേസിൽ ഏതാണോ ബെറ്ററായി തോന്നുന്നത് അതിൽ നിന്ന് 2 ഒന്ന് സെലക്ട് ചെയ്യാം. അതാണ് പെയർഡ് കമ്പാരിസൺ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കമ്പാരറ്റീവ് സ്കെയിലാണ്. ഇറ്റ് പ്രൊവൈഡ് ബെഞ്ച് മാർക്ക് ഓർ എ പോയിന്റ് ഓഫ് റെഫറൻസ് ടു അസസ് ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് എ കറൻറ്റ് ഒബ്ജക്റ്റ് ഓർ ഇവൻ്റ് ഓർ സിറ്റുവേഷൻ അണ്ടർ സ്റ്റഡി. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബെഞ്ച് മാർക്ക് തന്നിട്ടുണ്ടാവും, കമ്പയർ ചെയ്യാനുള്ളൊരു പോയിൻ്റ്. സോ ആ പോയിൻറ്റിനെ വെച്ച് ഇത് എത്രത്തോളം ബെസ്റ്റ് ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിഫറൻസ് നമ്മൾ മാർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെഞ്ച് മാർക്ക്, അതായത് ഐഫോൺ നമുക്കൊരു ബെഞ്ച് മാർക്കായി തന്നിട്ടുണ്ട്. ഈ ഐഫോണിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഐഫോണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാംസങ് എത്ര ബെറ്ററാണ്, അല്ലെങ്കിൽ ഇപ്പം OnePlus എത്ര ബെറ്ററാണ്, അങ്ങനെ ഇപ്പോൾ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, സാംസങ്, OnePlus, ഹുവാവേ. ഈ 3 ഐഫോണിനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും. ഐഫോണിന് 10 ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാംസങ്ങിന് എത്ര മാർക്ക് ആയിരിക്കും വരിക, അതുപോലെ തന്നെ ഹുവാവയ്ക്ക് എത്ര മാർക്ക് വരും, OnePlusന് എത്ര മാർക്ക് വരും. ഇങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡിയലാക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റിയ ഒരു പോയിൻ്റ്, അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കാണുന്ന ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുന്നതിനാണ് കമ്പാരറ്റീവ് സ്കെയിൽ എന്ന് പറയാം. ലാസ്റ്റ് വൺ ഫോഴ്സ്ഡ് ചോയ്സ് ആണ്. ഇറ്റ് എനാബിൾസ് ദ റെസ്പോണ്ടൻസ് ടു റാങ്ക് ദ ഒബ്ജക്ട്സ് റിലേറ്റീവ് ടു വൺ അനദർ എമംഗ് ഓൾട്ടർനേറ്റീവ്സ് പ്രൊവൈഡഡ്. ഇപ്പോൾ ഇത് പ്രകാരം ഇപ്പോൾ ഒരു 5-6 ഓപ്ഷൻ ഉണ്ടാവും, 5-6 ബ്രാൻഡുകൾ ഉണ്ടാവും. ഈ ബ്രാൻഡിൽ നിന്ന് അയാളുടെ പ്രിഫറൻസ് ഇങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ബ്രാൻഡ് ഇപ്പം ഡിറ്റർജൻറ്റിൻ്റെ ബ്രാൻഡാണെന്നുണ്ടെങ്കിൽ ടൈഡ്, സർഫ് എക്സൽ, ഏരിയൽ, ഉജാല, ഇങ്ങനെ 4 ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും അയാൾ കമ്പയർ ചെയ്തിട്ട് ഏതാണ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്, മറ്റേതിനേക്കാളും കൂടുതൽ ഏതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈഡ്, നെക്സ്റ്റ് ഏതാണ് വരുന്നത്, അപ്പം മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ സർഫ് എക്സൽ, അതിനുശേഷം ഏതാണ് വരുന്നത് ഉജാല, ലാസ്റ്റ്ലി മറ്റെന്താ ഓപ്ഷൻ ഉള്ളത് അത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ അവിടെ തന്നിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സിനും ഏതാണ് അയാൾ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം റാങ്ക് ചെയ്ത് പോവുക. അതാണ് ഫോഴ്സ്ഡ് ചോയ്സ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. സ്കെയിലിങ്ങിൻ്റെ ടെക്നിക്സ്, അതിൽ റേറ്റിംഗ് സ്കെയിലും പറഞ്ഞു, നമ്മൾ റാങ്കിങ് സ്കെയിലും പറഞ്ഞു. ഓക്കെ.
അപ്പോൾ ഓക്കെ,